ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ ഫ്രണ്ടിൽ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇടൽ, അതിൻ്റെ ഓരോ അലങ്കരിക്കലൊക്കെ നടക്കണം. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ സ്റ്റാർ ഇടൽ, ലൈറ്റുകൾ ഉണ്ടാക്കൽ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാനും. ഇതൊന്നല്ല, ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് കേട്ടോ നല്ല രസം. അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം. ഇതിപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് രാത്രി അതൊക്കെ ഇട്ടേക്കണ ഒരു വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നേരമായി കഴിഞ്ഞാൽ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ അവിടെ അവർ വന്ന് വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങും. ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെയും ഇങ്ങനെ എല്ലാവരും അവിടെ നിന്ന് വർത്തമാനം പറയലും പിള്ളേർ കളിക്കലും അതൊക്കെ ഇരിക്കുള്ളൂ. ഇത് അഹദാടെ ഫ്രണ്ട്സും ഒക്കെയാണ്, അഹദാടെ ഐസാടെയും ഇവരെല്ലാവരും കൂടിയാണ് നടന്ന് കളിക്കണത്. അഹദാക്ക് 5 മണിയാകുമ്പോൾ ട്യൂഷൻ തുടങ്ങും. അപ്പോൾ ആ ഒരു വിഷമം ആൾക്കുണ്ട്, കളിക്കാൻ പറ്റാത്തതിൻ്റെ. എക്സാം വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ നടന്ന് അവിടെ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തോടാണ്, വലിയ തോടാണ്. അപ്പോൾ ആ തോട്ടിൽ നിറയെ പായലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഒഴുകണമെന്നറിയില്ല. ഞാൻ അവിടെ നിൽക്കണ അച്ഛമ്മനോട് ചോദിച്ച്, അച്ഛമ്മ ഞങ്ങൾ വിളിക്കണത്, അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള അമ്മയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അത് കൊച്ചിൻകായലിൽ നിന്ന് ഒഴുകി വന്നെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കുറേ ഇങ്ങനെ പോയി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. എന്നിട്ട് അതവിടെ ചീഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിറയെ ചെമ്മീൻ അതിൽ ഇതാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ അടുത്തിട്ട്. അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ നല്ല ഭംഗിയുള്ള പൂവ്, ഈ ഒരു പർപ്പിൾ കളറ് പൂവൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽ. അപ്പോഴൊക്കെ നല്ല ഭംഗിയാണ് അതുണ്ടായി നിൽക്കണ കാണാൻ. അങ്ങനെ ഞങ്ങൾ ആ സൈഡ് ആ ഭാഗം വരും. ഞാനപ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇതാണ്ട പായല ഇത് ഇടയ്ക്ക് പടിഞ്ഞാട്ട് ഒഴുകി പോകണതാണ്, ഇടയ്ക്ക് കിഴക്കോട്ട് ഒഴുകി പോകണതാണ്. അത് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. നല്ല രസമാണ്. വൈകിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല കാറ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളവിടെ നിന്ന് പിന്നെയും കുറേ പടിഞ്ഞാട്ട് നടക്കുന്നു. അത് കെട്ടിൻ്റെ ആ ഭാഗത്ത് അവിടെ നിറയെ കെട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കുറേ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം നടക്കാനുണ്ട്. കുറേ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടുകളാണ്. ഈ ചെമ്മീൻ, താറാവിനെ വളർത്തണ, മീനിൻ്റെ അത് അങ്ങനെയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഞങ്ങൾ നടന്നു പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നിറയെ വെള്ളം കയറിയേക്കണം. അപ്പം ഞങ്ങൾ അവിടം വരെയും പോയിട്ട് തിരിച്ചു പോന്നു. അവിടെയൊക്കെ നടന്ന് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു ആ സൈഡിലൊക്കെ. ആ വീടിൻ്റെ ആ ഫ്രണ്ടിലേക്കൊക്കെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തോടിൻ്റെ അപ്പുറത്താണ് ഇക്കാടെ അമ്മയുടെ വീട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറച്ച് നേരം. അത് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഞങ്ങൾ സംസാരിക്കണേണ്ടത് അപ്പുറത്ത് നിന്നിട്ട്. ഇങ്ങനെ സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ പോകണമെങ്കിൽ കറങ്ങി പോകണം. അങ്ങോട്ട് കുറേ പോയി കഴിയുമ്പോൾ ഒരു വലിയ പാലമുണ്ട്. ആ പാലം കയറി പിന്നെ നടന്നിട്ടൊക്കെ വേണം പോകാൻ. ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ സുഖമാണ്. പെട്ടെന്ന്
അങ്ങനെ ഇത്രയൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വേറെ വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ.